അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യത്തെ 10-ൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടുത്ത രണ്ടാമത്തെ 10-ൻ്റെ പ്രാരംഭം ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തോടു കൂടി ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി അള്ളാഹുവിൻ്റെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായ നിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നാം ഓരോരുത്തരും നോയമ്പ് അനുഷ്ഠിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. എത്രത്തോളം അത് പൂർണ്ണമായിരുന്നു, സമ്പൂർണ്ണമായിരുന്നു, സുദൃഢമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. നമ്മുടെ ഇബാദത്തുകൾ എത്രത്തോളം ബലമുള്ളതാണ്, എത്രത്തോളം ഉറപ്പുള്ളതാണ്, യക്കീനുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ തീരുമാനം അള്ളാഹുവിൻ്റെ പക്കലാണുള്ളത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഒരു കഴിവുമില്ലാത്ത നമുക്ക് അള്ളാഹു നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ഇബാദത്തുകളും നിർവഹിക്കുന്നത്, ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അള്ളാഹു നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി നാം ചെയ്യുന്ന ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സുപ്രധാനമായും ഇന്നും ഈ റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു വാർത്ത, വീണ്ടും ഒരു യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ടെഹ്റാനിലേക്ക് വലിയ സ്ഫോടനങ്ങൾ നടത്തിയതായിട്ടുള്ള വളരെ ഖേദകരമായിട്ടുള്ള സങ്കടകരമായുള്ള വാർത്തയാണ് ഈ സുദിനത്തിൽ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മളെല്ലാവരും ഒരുപാട് നിയത്തോടുകൂടി, തൗബയോടുകൂടി, ഒരുപാട് നല്ല നിയത്തോടുകൂടി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തേടുന്ന കൂട്ടത്തിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടി അധികരിപ്പിക്കണമെന്നുള്ള ആത്മാർത്ഥമായ അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. യുദ്ധം വരുത്തിവെക്കുന്ന വീണ അത് വളരെ വലുതാണ്. പാലസ്തീൻ ജനത അനുഭവിച്ച ത്യാഗം, പാലസ്തീൻ ജനതയ്ക്ക് ഉണ്ടായ യുദ്ധനഷ്ടങ്ങൾ, ജീവഹാനികൾ, ഇതെല്ലാം നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധം ഒഴിവാകുന്നൊരു സാഹചര്യത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന കൂടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും റമദാൻ മുബാറക്ക് നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടെ നിസാം പത്തനാപുരം. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു.